ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പഞ്ചാബി സ്റ്റൈൽ ഡിഷാണ്. വേറൊന്നുമല്ല, ഒരു പഞ്ചാബി സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ്. ഇത് നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയിൽ നിന്നും ടേസ്റ്റ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളും തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് യൂട്യൂബ് വഴി കിട്ടുന്നതായിരിക്കും. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 മീഡിയം സൈസ് സവാള ഇവിടെ കട്ട് ചെയ്ത് നീളത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. ചിക്കൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതൊരു 500 ഗ്രാം ചിക്കൻ വരും. ഇതിലേക്ക് അപ്പോൾ നമുക്ക് സവാള ഫസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ. സവാള ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ അപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സവാള ആഡ് ചെയ്യുകയാണ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുക, ഒരു 1/4 ടീസ്പൂണിന് വേണ്ടിയിട്ട്. നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് സവാള ഫ്രൈ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ഒരു 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ബിരിയാണി റൈസാണ്. ഈ ഒരു ചെറിയ കപ്പിൽ 4 കപ്പ് റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 മണിക്കൂർ മുന്നേ സോക്ക് ചെയ്ത് വെച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന റൈസാണ്. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീ കൂടെ ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 4 പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്ക അതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ബേ ലീഫും കൂടി. സ്റ്റാർ എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ മസാലയുടെ. ഇനി ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് റൈസ് 2 രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതെല്ലാം ഗ്രാമ്പൂ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ റൈസ് ആഡ് ചെയ്തതിന് ശേഷം വെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരു വെള്ളം ചൂടാക്കി വെച്ചേക്കുന്ന വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ 5 ലിറ്റർ വെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത് ഇതിലേക്ക് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ പുറത്ത് സോൾട്ട് ആഡ് ചെയ്യുക. നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ റൈസ് വാട്ടർ ആ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ സീ വാട്ടറില്ലേ ആ ഒരു രീതിയിൽ ആ ഒരു കളറിലാവണം. അത് ലൈറ്റ് മിൽക്കി ആയിട്ട്. സവാള അപ്പോൾ ഇത് ഒരുവിധം ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. കണ്ടോ, നല്ലൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. സവാള ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാനിത് മാറ്റി വയ്ക്കുക. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. റൈസിലേക്ക് ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്യുകയാണ്. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 3/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ ഇല്ലേ, സവാള, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കനിലേക്ക്. ഇതിലേക്ക് കുറച്ച് മസാലേസൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂണിന് വേണ്ടി. 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡറാണ്, ഒരു 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ ഏലക്ക, പട്ട അതെല്ലാം ഒരു 4-5 എണ്ണം ഇത് എടുത്തിട്ടുണ്ട്. പട്ട ഒരു 3-4 ചെറിയ പീസാണ് എടുത്തേക്കുന്നത്. അപ്പം മസാലാസ് മാത്രം ഞാൻ ഇതിലേക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. സോൾട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കാര്യം നമ്മൾ സോൾട്ട് റൈസിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ചിക്കനിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം. റൈസ് അപ്പോൾ ഇവിടെ കുക്കായിട്ടുണ്ട്. ഞാനത് വേറെ ഇതിലോട്ട് മാറ്റി വടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് മാറ്റി റൈസ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റൈസ് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു പാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ല, അതിൻ്റെ ബാക്കി ഓയിലുണ്ടായിരുന്നു, ഞാൻ ആഡ് ചെയ്യുക ഇതിലേക്ക്.
നമ്മൾ മാറ്റി വെച്ചിരുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ സ്റ്റാർ അതെല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടാവരുത്, അതിന് മുന്നേ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം. ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ജ്യൂസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് നീളത്തിന് 2ആയിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്യുക. ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണേ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വേണ്ടി പെപ്പർ പൗഡർ ഞാൻ ആഡ് ചെയ്യുക. പെപ്പർ പൗഡർ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ചിക്കൻ ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 10 ഇതള് പുതിനയിലയും ഒരു 3-4 തണ്ട് മല്ലിയിലയും കൂടിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തരിഞ്ഞ്. ഇവിടേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസും കൂടെ ഞാൻ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ ഇപ്പോൾ ഒരുവിധം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേവി വെള്ളത്തിൻ്റെ അംശം കുറവാണെന്നുണ്ടെങ്കിൽ, ചിക്കനിൽ കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചിക്കനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ വാട്ടർ ആഡ് ചെയ്യുന്നില്ല. ഒരു 80% കുക്കേ ആവാവുള്ളൂ റൈസ്. ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കരുത്, കാര്യം ചിക്കനും കൂടെ വെന്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് റൈസ് വെന്ത് പോയി കഴിഞ്ഞാൽ അത് റൈസ് ഒരുപാട് അങ്ങ് ഇതായിപ്പോവും, വെള്ളം മാതിരി ആയിപ്പോവും റൈസ്. ഞാനിപ്പോൾ ഫുൾ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ ഒരു നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. റെഡ് ഫുഡ് കളറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ലിക്വിഡ് കണക്കാക്കി റൈസിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചിരുന്നതും കൂടെ ആഡ് ചെയ്യുക. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 1/2 ടീസ്പൂണിന് വേണ്ടി ഗീയും കൂടെ ആഡ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ലെമണിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ആഡ് ചെയ്യുക, ഒരു ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട്. ഇത് നമുക്കിനി ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു അലുമിനിയം ഫോയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് പ്ലേറ്റിൻ്റെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ സൈസിന് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ അടച്ചു വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദമാവോ ഗോതമ്പ് മാവോ വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ അടപ്പും കൂടെ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് പേസ്റ്റ് കണക്കാക്കി ഒട്ടിച്ച് വയ്ക്കുക. ഇത് ഞാൻ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു 15 മിനിറ്റ് മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്കും വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. റൈസ് ഇപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല ആവിയെല്ലാം പറക്കുന്നുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് റൈസൊക്കെ. റൈസ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. റൈസ് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഒന്ന് കോരി എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ട, റൈസ് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അടിയിലെ ചിക്കൻ എന്തായി എന്ന് നോക്കാം. ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടൊരു നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഈ ചിക്കൻ ബ്ലാക്ക് കളറിലേ ഇരിക്കുള്ളൂ കേട്ടോ, കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണിയന് നന്നായിട്ട് മൂപ്പിച്ചാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ആ ഒരു കളറിലായിരിക്കും ഇരിക്കുന്നത് പഞ്ചാബി ചിക്കൻ ബിരിയാണി. പക്ഷെ നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ കേരള സ്റ്റൈല്, ഹൈദരാബാദി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റുള്ള ഒരു ബിരിയാണി. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ വേറൊരു പ്ലേറ്റിലോട്ട് ഇത് കോരി മാറ്റിയിട്ടുണ്ട്. നല്ല ചിക്കനൊക്കെ കുക്കായി, റൈസും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പഞ്ചാബി ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.